അയ്യോ ഞാനെന്ത് വിചാരിച്ചിട്ടാ കാന്താരി ചമ്മന്തി ഞാൻ മാത്രമാണല്ലോ ഉള്ളൂ കഴിക്കാൻ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഞാൻ അതാ ഇത്രയും വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളത്. Hey guys, welcome to D Vlogs. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ എന്താ വ്ളോഗെന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ ഇന്നിവിടെ ഒറ്റയ്ക്കാണ്. അശി രാവിലെ ഓഫീസിൽ പോയി. രാവിലത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് ഞാൻ ഫസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇൻട്രോ അശി പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത്. കാരണം രാവിലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻട്രോ ഒന്നും എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഇൻട്രോ ഒക്കെ പിന്നെ സ്വസ്ഥമായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് അശി പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ എണീറ്റ് അശിക്കുള്ള പ്രിപ്പറേഷൻസിലായിരിക്കും കേട്ടോ. അശിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളുടെയും പിന്നെ രാവിലെ കഴിക്കാനുള്ളതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻസിലായിരിക്കും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ, അപ്പോൾ ഞാൻ ഇന്നെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഇന്നൊരു വാട്ട് ഐ കുക്ക് ഇൻ എ ഡേ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എന്തൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്താ, അമ്മയച്ഛനൊന്നും വന്നിട്ടില്ല. അമ്മയച്ഛനൊക്കെ ചേച്ചീൻ്റെ അടുത്താണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് ഇപ്പം ഞാനാണ് കുക്കിങ്ങൊക്കെ. കുഴപ്പമില്ല, എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ മടിയുണ്ട്. കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനും എന്താ എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസ് ട്രൈ ചെയ്യാനും അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ മടിയുണ്ട്. ഒരു സ്ഥലത്ത് ഇരുന്ന് പോയാൽ പിന്നെ എണീക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം സമയം 8 മണിയായിട്ടുണ്ട്. ഞാൻ അശി 7 മണിക്ക് പോയി കേട്ടോ. പിന്നെ കുറച്ച് സമയം ഞാനിവിടെ ഇരുന്നു. രാവിലെ എണീറ്റ് കുറച്ച് പണിയൊക്കെ എടുത്തല്ലേ വിചാരിച്ച് കുറച്ച് അവിടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു. ഇരുന്നപ്പോഴാണെങ്കിൽ ഫോണിൽ ഓരോ വീഡിയോസൊക്കെ നോക്കി ഇങ്ങനെ സമയം 8 മണിയായി. അപ്പോൾ ഇനി നമുക്ക് വൈകിക്കണ്ട, നമുക്ക് നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ കാണാം അല്ലേ. സോറി, ഇന്നത്തെ ദിവസമല്ല, ഇന്നത്തെ ദിവസം സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ കാര്യമായിട്ട് വലിയ പണികളൊന്നും, വലിയ അങ്ങനെ കുക്ക് ചെയ്യുന്ന സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ട പുഴുങ്ങണം. ശരിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേറെ സംഭവങ്ങളൊന്നും വേണ്ട, അതുകൊണ്ട് പിന്നെ വലിയ പണിയൊന്നുമില്ല. പിന്നെ ചിക്കൻ ഞാൻ ഇന്നലെ രാത്രിയെ എല്ലാം ശരിയാക്കി സെറ്റാക്കി മസാലയൊക്കെ ഇട്ട് വെച്ചതാണ്. ഇനി അതൊന്ന് വേവിച്ചെടുത്താൽ മതി. പിന്നെ പാല്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ബ്രോക്കോളി കുറച്ച് ഒന്ന് ആവി കയറ്റി ഒന്നെടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ പരിപാടി. അതുകൊണ്ട് രാവിലെ പ്രത്യേകിച്ച് കുക്കിങ്ങായിട്ടൊന്നും പറയാനില്ല. അങ്ങനെ അതൊക്കെ ചെയ്ത് അശിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്ത് അശി പോയിട്ടു. അപ്പോൾ ഇതാ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയും ഉണ്ടാക്കണം. എനിക്ക് കലക്കിയിട്ടുള്ള ചമ്മന്തിനേക്കാളും ഇഷ്ടം കലക്കാത്ത നല്ല എരിവുള്ള പച്ചമുളക് ഇട്ട് അരയ്ക്കുന്ന നല്ല എന്താ പറയുക, കാന്താരി ചമ്മന്തി ഇങ്ങനെ വിളിക്കുന്നു. അപ്പോൾ എനിക്ക് ദോശ ഉണ്ടാക്കണം, ചമ്മന്തി ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി. അപ്പോൾ ദോശക്കൂട്ട് ഇത് റെഡിയാണ്. കുറച്ച് ഉപ്പും കൂടി ഇടട്ടെ. ഇന്ന് ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഓൺ വോയിസിൽ പറയുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് കുറവാണ് കേട്ടോ, എനിക്ക് ഭയങ്കര മടിയാണ്. അശി ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഓൺ വോയിസ് ഒക്കെ ചെയ്യാൻ സ്വല്പം ചമ്മലുള്ള കൂട്ടത്തിലാണ്. പിന്നെ ചില സമയത്ത് ഒരു മടിയില്ലാതെ അങ്ങ് പറയും, ചില സമയത്ത് ഭയങ്കര കുറവായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും ദോശ ഉണ്ടാക്കിയിട്ടല്ല, രാവിലെ അതിന് മുന്നേ അശിക്ക് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ ദോശയിലല്ല തുടക്കം. അപ്പം എന്താ കത്തിരിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ ഇന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അയ്യോ, ഞാനെന്ത് വിചാരിച്ചിട്ടാ, സോറി. ആദ്യം നമുക്ക് ചമ്മന്തി അരച്ച് വെക്കാം, ഇല്ലെങ്കിൽ ദോശ തണുത്ത് പോയില്ല. എനിക്ക് ചൂടോടെ ദോശ കഴിക്കാനാണ് ഇഷ്ടം. അപ്പം ആദ്യം നമുക്ക് ചമ്മന്തി അരയ്ക്കാം. തേങ്ങയൊക്കെ ഞാൻ ആദ്യം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ തണുത്തിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ കിട്ടൂല. നല്ല എരിവുള്ള പച്ചമുളകും
പച്ചമുളകും പിന്നെ ഉള്ളി എടുത്തു. ഇതെല്ലാം വേണ്ട, ഇതെല്ലാം ഞാൻ ഇട്ടുണ്ടെങ്കിൽ എരിഞ്ഞു പോയി. ഇത് എൻ്റെ വീട്ടിലുണ്ടായ മുളകാണ് കേട്ടോ, ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് മാത്രം മതിയല്ലോ, അശിക്ക് വേണ്ട, എനിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കറികളൊക്കെ രാവിലെ ഉണ്ടാക്കാൻ എനിക്ക് മടിയാണ്. ചമ്മന്തി അങ്ങനെ ചമ്മന്തി റെഡി. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഉപ്പിട്ടുണ്ട് കേട്ടോ, ഞാനെല്ലാം വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ചായ കാപ്പി അത് ചില ദിവസത്തെ ഒരു മൂഡ് അനുസരിച്ചിരിക്കും കേട്ടോ. ചില ദിവസം എനിക്ക് രാവിലെ എണീറ്റ് കാപ്പി കുടിക്കാൻ തോന്നും, ചില ദിവസം ചായ കുടിക്കാൻ തോന്നും. ഞാൻ കുറച്ച് ദിവസം അടുപ്പിച്ച് കാപ്പി കുടിച്ചത് കൊണ്ട് ഇപ്പം എനിക്ക് കാപ്പീനോട് ചെറിയൊരു മടുപ്പ് വന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ ചായയാണ് ഉണ്ടാക്കുന്നത്. കല്ല് ചൂടായാലും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ടെസ്റ്റ് ചെയ്യാറ്. ഇത്രയുള്ള രാവിലത്തെ പരിപാടി. ദോശ ഉണ്ടാക്കി, ചമ്മന്തി ഉണ്ടാക്കി, ചായ ഉണ്ടാക്കുന്നു. ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ. വീഡിയോ എടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഞാൻ അത് ശ്രദ്ധിക്കണം, ഇതും ശ്രദ്ധിക്കണം. ചിലപ്പോൾ പാല് തഴച്ച് താഴെ തൂക്കും. അതുകൊണ്ട് ബൈ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇനി നമുക്ക് കഴിക്കാം. 3 ദോശയാണ് ഞാൻ ഉണ്ടാക്കിയത്. രാവിലെ അത്രയ്ക്ക് പോവുള്ളൂ, ചിലപ്പോൾ അത് തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് തന്നെ കഴിക്കാൻ വലിയ രസമൊന്നുമില്ല കേട്ടോ. ഞാൻ പണ്ടെന്നല്ല, എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ എപ്പോഴും TV തുറന്ന് വെച്ച് എന്നിട്ടൊക്കെ ഫുഡൊക്കെ കഴിക്കുക. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ TV ഒക്കെ തുറന്നിരുന്നു. പിന്നെ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. ഹലോ. അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നിട്ട് ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. ഇനി നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കാം കേട്ടോ. ചോറിന് ഞാനിപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്തിരുന്നു. എനിക്ക് ഈ സാമ്പാറല്ല, എൻ്റെ അമ്മ ഇങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു എന്താ പറയുക, ഒരു മിനി സാമ്പാറൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു തട്ടിക്കൂട്ട് പരിപാടി ചെയ്യാറുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തേങ്ങ അരയ്ക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം തേങ്ങ അരയ്ക്കാത്ത കറികളാണ്. അപ്പം ഞാൻ അങ്ങനെ അതാകുമ്പോൾ വേഗം കഴിയുകയും ചെയ്യും. കുറച്ച് കഷ്ണങ്ങളൊക്കെ കൂടെ മുറിച്ചിട്ട് എനിക്കിഷ്ടമാണ്. അപ്പം ആ ഒരു കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ വെണ്ടയ്ക്കയുടെ ഉപ്പേരി ഉണ്ടാക്കണം. അപ്പം ഞാൻ ഇത്രയും വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ്, വെണ്ടയ്ക്ക, പിന്നെ കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്, പിന്നെ തക്കാളി, ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു സാധനം മറന്നു വേണം, ഉള്ളിയും കൂടെ വേണം. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും കൂടെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് എടുത്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് തന്നെ കൂടുതലായിരിക്കും ഡൗട്ട്. ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എത്ര വേണമെന്നുള്ള അളവൊന്നും എനിക്കറിയില്ല. ഞാനൊരു ഏകദേശം കണക്ക് വെച്ച് കുറച്ചെല്ലാം എടുത്തിട്ടുണ്ട്. മിക്കവാറും നാളേക്കും ഉണ്ടാവും, ചിലപ്പോൾ മറ്റന്നാളത്തേക്കും ഉണ്ടാവും. ഓരോന്നായിട്ട് ഇതിലിട്ട് കൊടുക്കുകയാണ്. വെണ്ടയ്ക്ക ഇപ്പോൾ ഇടുന്നില്ല കേട്ടോ. വെണ്ടയ്ക്ക പെട്ടെന്ന് വേവുന്നതാണല്ലോ. ഞാൻ ഇതൊക്കെ അമ്മേനെ വിളിച്ച് നേരത്തെ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ച് വെച്ചതാണ്. അപ്പോൾ വെണ്ടയ്ക്ക ഇതൊന്ന് പകുതി വേവാകുമ്പോൾ ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉള്ളി, തക്കാളി, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം കൂടിയാണ് ഇടുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. കുറച്ച് പുളിവെള്ളം ഒഴിക്കാൻ പറഞ്ഞു, പിന്നെ പൊടികളും. അപ്പം ഞാൻ പുളിവെള്ളം ആക്കിയിട്ട് വരാം. പുളിവെള്ളം റെഡിയാക്കി. ഇത് മുഴുവനൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ, കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. അധികം ഒഴിച്ചിട്ട് പുളി അധികമായി പോയാലോ. പിന്നെ വലിയ പാചകം അറിയാവുന്ന ആളെ പോലെ സംസാരിക്കുന്നുണ്ട് ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്താവും എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. പിന്നെ ഞാൻ മാത്രമാണല്ലോ ഉള്ളൂ കഴിക്കാൻ, അതുകൊണ്ട് കുഴപ്പമില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പൊടി ഇല്ലല്ലോ, മല്ലിപ്പൊടി. ഞാൻ കുറച്ച് കഴിയുമ്പോൾ വേണേൽ കുറച്ച് കായം കൂടെ ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്.
മെയിൻ എനിക്ക് തോന്നുന്നു മല്ലിപ്പൊടിയാണ്. ഓക്കെ, അപ്പൊ കറി ഇവിടെ നിന്നാവട്ടെ. ആ സമയം നമുക്ക് പോയിട്ട് ഉപ്പേരിക്കുള്ള വെണ്ടയ്ക്ക മുറിച്ചിടാം. നമ്മുടെ വെണ്ടയ്ക്ക ഉപ്പേരി ഇവിടെ നിന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനതിനിടയ്ക്ക് ഉപ്പേരിയും ആക്കിയപ്പോൾ രണ്ടും ഒരുമിച്ചാവുമല്ലോ. ആ പണി, ചോറിൻ്റെ പണി അവിടെ കഴിഞ്ഞിട്ടും. കറിയായി, ഉപ്പേരിയും ആയിട്ടുണ്ട്. പിന്നെ ഇനി കറിയിലൊന്ന് വറവിടണം. ആ പണി കൂടെ ഉള്ളൂ കേട്ടോ. കുറച്ച് മല്ലിയില ഇടുവാണേ. നല്ല രസമുണ്ട്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇങ്ങനത്തെ ടേസ്റ്റ് വരുമെന്ന്. കുറച്ച് മുമ്പ് ഇത് വേവുന്ന ഒരു സമയത്ത് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ വേറൊരു ടേസ്റ്റ്. ഞാൻ വിചാരിച്ചു ഫ്ലോപ്പായി, ഇത് അമ്മ ഉണ്ടാക്കുന്ന പോലെ ആവില്ല. അമ്മ ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് ഒന്നും ആയിട്ടില്ല, എന്നാലും അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷെ വെള്ളം കുറച്ച് വറ്റിപ്പോയി. കുറച്ചും കൂടെ വെള്ളം വേണമായിരുന്നു. ആ ഒരു ഫോൾട്ട് ഉണ്ട്. നെക്സ്റ്റ് ടൈം ശരിയാക്കാം. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതല്ലേ. ഇതെന്തായാലും എനിക്ക് 2-3 ദിവസത്തേക്കുള്ളത് ഉണ്ടാവും. ഇത് ഒറ്റ ട്രിപ്പിലൊന്നും ഇത് തീരില്ല. 2 ട്രിപ്പിലും തീരും തോന്നില്ല. എന്തായാലും ചോറിൻ്റെ പരിപാടി ഇവിടെ തീർന്നിട്ടുണ്ട്. കറിയായി, ഉപ്പേരിയായി, ചോറും ഇവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ഉള്ളത്? ഇനിയിപ്പോൾ എനിക്ക് ഉണ്ടാക്കാനുള്ളത്, ഞാൻ കുറച്ച് കടല രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ വൈകിട്ട് അശ്വ വന്നിട്ട് ജിമ്മിൽ പോകണം. അപ്പോൾ പോയി വന്നിട്ട് കഴിക്കാൻ വേണ്ടി എനിക്ക് പോകുന്നതിന് മുന്നേ ഉണ്ടാക്കി വെക്കണം. ഇല്ലെങ്കിൽ വന്നിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അത്രയും ക്ഷീണത്തിലായിരിക്കും വരിക. അപ്പോൾ പിന്നെ വന്നിട്ട് ഉണ്ടാക്കി കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. അതുകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത്. ഇത് വേണമെങ്കിൽ ഞാൻ സാധാരണ ഉച്ചയ്ക്ക് കുറച്ച് വെജിറ്റബിൾസും കഴിക്കാറുണ്ടായിരുന്നു, കുക്കുംബറും ക്യാരറ്റും പിന്നെ കുറച്ച് ലെറ്റ്യൂസും എടുത്തിട്ട്. പക്ഷെ ഉണ്ട്, ചിലപ്പോൾ ഞാൻ അതും കൂടെ ആക്കും കേട്ടോ. അത് പിന്നെ അങ്ങനെ കാണിക്കാൻ മാത്രമൊന്നുമില്ലല്ലോ. തേൻകിനിയും തെന്നലായി നിന്നരികെ വന്നു ഞാൻ, കാതിലൊരു മന്ത്രമായി കാകളികൾ മൂളവേ. നാടൻ കന്നി പെണ്ണേ, നാണിക്കാതൻ പൊന്നേ, ആരും കേൾക്കാതുള്ളിൽ ഉറങ്ങിപ്പോയി. ചോറും കഴിച്ച് വൈകുന്നേരത്തേക്കുള്ള കടല ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ വിചാരിച്ച് എന്നോട് ഉറങ്ങിപ്പോയി. ഇപ്പോഴാണ് എണീക്കുന്നത്. ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. ഒരു 4:45 ആകുമ്പോഴത്തേക്ക് അശ്വ എത്തും. അപ്പോഴേക്കും എനിക്ക് റെഡിയായി നിൽക്കണം. ജിമ്മിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കണം. അതിനു മുമ്പ് അതൊക്കെ ഉണ്ടാക്കണം. അപ്പം ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റപ്പോൾ അയ്യോ കടലാന്ന് വിചാരിച്ച് പെട്ടെന്ന് പോയി കടല വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. കടല വേവിക്കുന്നു, കുറച്ചൊരു ഉള്ളിയിൽ വഴറ്റിയിട്ട് സെറ്റാക്കുന്നു. അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാം. ഞാനൊരു ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. എനിക്ക് മാത്രം മതി, അശ്വിക്ക് ഇതും വേണ്ടി വരില്ല. അപ്പോഴേക്കും നമ്മുടെ കടല റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നേ. ഞാൻ റെഡിയായി നിന്നതാണ് കേട്ടോ. ഇപ്പോൾ വന്നിട്ടാണ് റെഡി ആവുന്നതെങ്കിൽ പിന്നെ അതിന് ഞാൻ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് വരുന്നതിന് മുന്നേ റെഡിയായി നിന്നു. എന്നിട്ട് സമയമുണ്ട് ഇതാക്കാമെന്ന് വിചാരിച്ചു. ഉറങ്ങിപ്പോയി, അതാണ് എല്ലാം പറ്റിയത്. ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു കട്ടൻ കുടിക്കാറുണ്ട്, കട്ടൻ കാപ്പി.
ഇതൊക്കെ എനിക്ക് അശി തന്നെയാണ് പറഞ്ഞു തരുന്നത്. പോകുന്നതിന് മുമ്പ് ഒരു കപ്പ് കട്ടൻ കാപ്പി കുടിച്ചാൽ മതിയെന്ന്. ഇപ്പം അശിയാണല്ലോ എൻ്റെ ട്രെയിനർ. അപ്പോൾ ഞാൻ കുടിക്കാറുണ്ട്. അപ്പോൾ ദാ കാപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി കടലയും കൂടെ സെറ്റാക്കിയാൽ എനിക്ക് വന്നിട്ടൊരു പണിയും ഇല്ലായിരുന്നു. വെളിച്ചെണ്ണയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് കട്ട പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ സ്പൂൺ കൊണ്ടൊക്കെ തോണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളിയും പിന്നെ കുറച്ച് പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടാണ് വഴറ്റുന്നത്. ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ വേറെ മസാലയും വേറെ കാര്യങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഈ ഒരു കടല റെസിപ്പി ഇതിങ്ങനെയാണോ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. ഈ സംഭവം ഞാൻ പണ്ട് നിവേറിൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് അവിടുത്തെ അമ്മ ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ, ഈ കടല ഫ്രൈ. അപ്പോൾ അന്ന് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ട്രൈ ചെയ്തതാണ്. ഇങ്ങനെ തന്നെയാണ് അമ്മ ഉണ്ടാക്കാറെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ ഉള്ളി വാടി വന്നപ്പോൾ അതിലേക്ക് കടലയും കൂടെ ചേർത്ത് നല്ലോണം മിസ്കാക്കി കൊടുക്കണം. മിസ്ക്. അപ്പോൾ അത് റെഡിയായി. സമാധാനം. ഇനി എനിക്ക് വന്നിട്ട് പണിയില്ല. അപ്പോൾ കടല റെഡിയായി. അശി വന്നിട്ടുമില്ല കേട്ടോ. അശി വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്നത്തെ ഒരു ദിവസം കുക്ക് ചെയ്തത്. ബാക്കി നൈറ്റ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചില്ല കേട്ടോ. എനിക്ക് അപ്പോഴത്തേക്കും മടുത്തു. അപ്പോൾ അതാ ജിമ്മിലൊക്കെ പോയി വന്ന് കടല ഫ്രൈ ഒക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.